25 നിന്ന് 26 കടക്കുമ്പോ വഴിയിലൊക്കെ കാണുന്നത് പടക്കം പൊട്ടിക്കുന്നവരും കള്ള് കുടിക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ രൂപത്തിൽ അൽഹംദുലില്ലാഹ് നാം സ്വലാത്തുകളും ദിക്റുകളും അൽഹംദുലില്ലാഹ് ഇസ്തിഗ്ഫാറുകളും ചൊല്ലി ഈ 2026 സ്വീകരിക്കുന്ന അൽഹംദുലില്ലാഹ് വളരെ പ്രൗഢമായ മജ്‌ലിസിൽ എല്ലാ വർഷവും അൽഹംദുലില്ലാഹ് ഈ ഡിസംബർ 31 അർദ്ധരാത്രിക്ക് ശേഷം നാം ഒരുമിച്ച് കൂടുന്ന ഒരു ദിനത്തിലാണ്, രാവിലാണ് നാം എല്ലാവരും ഉള്ളത്. കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നാം ഈ വർഷം നമ്മൾ വീണ്ടെടുക്കണം. 2025 ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയണമെങ്കിൽ ആർക്കാണ് ഇവിടെ ഹാപ്പി ഉള്ളത്? കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, നിസ്കാരങ്ങൾ ഖളാ ആക്കിയവരുണ്ട്, വാപ്പയെയും ഉമ്മയെയും വഴക്ക് പറഞ്ഞവരുണ്ട്, ഉമ്മാക്കും ഉപ്പാക്കും ധിക്കാരം കാണിച്ച ആളുകളുണ്ട്. അതുപോലെ നാട്ടിലുള്ള വേണ്ടാത്ത പ്രവർത്തികൾക്ക് മുന്നിൽ നിന്ന് ആളുകളുണ്ട്. അത്തരക്കാരാകുന്ന ആളുകൾക്ക് എന്ത് ഹാപ്പിയാണുള്ളത്? ഒരു ഹാപ്പിയുമില്ല. ഒരു വയസ്സ് കഴിയുമ്പോ, ഒരു വയസ്സ് ഇത് നമുക്ക് 12 മണിയോടുകൂടെ ഒരു വയസ്സ് നമുക്ക് തികയുമ്പോ ഞാൻ എന്താണ് 2025 ഞാൻ എന്ത് നേടിയെടുത്തു എന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഈ സമയം. നഷ്ടപ്പെട്ടതിനെ ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ വീണ്ടെടുക്കുകയും കഴിഞ്ഞ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ 12 മണി. അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് 2025 നാം ഈ മദ്രസക്ക് വേണ്ടി എന്തെല്ലാം നൽകി. അൽഹംദുലില്ലാഹ് ഇവിടെ നടന്ന ഉറൂസ് മുബാറക്കിന് എന്തെല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഭാര്യയോട്, ഭാര്യ ഭർത്താക്കന്മാരോട് എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ 25 നഷ്ടപ്പെട്ടത് മുഴുവനും ഇൻഷാ അല്ലാഹ് ഈ 26 നാം വീണ്ടെടുക്കണം. അതിന് തൗഫീഖുള്ള നല്ല വർഷമായി അല്ലാഹു ഈ വർഷം നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2025 ബാങ്കുമായി ബന്ധപ്പെട്ട്, പലിശയുമായി ബന്ധപ്പെട്ട് വീട് ഉണ്ടാക്കിയിട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 2026 ആ കടം പെട്ടെന്ന് വീട്ടി ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ ഒരിക്കലും പലിശയുമായി ഞാൻ ബന്ധപ്പെടുകയില്ല, ഞാൻ ആ പലിശയുമായി ഒരു കാര്യത്തിലും ബന്ധപ്പെടുകയില്ല എന്ന്